നമ്മുടെ ക്യൂട്ടിയുടെ റിവിഷൻ ചെയ്യാണ്. അതിൽ നോക്കാൻ പോകുന്ന സെക്ഷൻസ് പ്രോബബിലിറ്റി ആൻഡ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബബിലിറ്റീനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, വാട്ട് ഈസ് പ്രോബബിലിറ്റി അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇവൻ്റ് നടക്കാനുള്ള സാധ്യത, അതിനെ ഒരു നമ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിക്ക് 3 തരത്തിലുള്ള ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വൺ ഈസ് ക്ലാസിക്കൽ ഡെഫിനിഷൻ, ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തത് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ആൻഡ് ദ തേർഡ് വൺ ഈസ് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഇങ്ങനെ 3 തരത്തിലുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മൾ പ്രോബബിലിറ്റിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി നമുക്ക് പറഞ്ഞു തന്നത് എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ ദറ്റ് ഈസ് ഈക്വൽ ടു, ഒരു ഇവൻറ്റിനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അതായത് ഒരു ഇവൻറ്റ് നടക്കാൻ, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടന്നാൽ, ഒരു ഇവൻറ്റ് നടക്കാൻ ഫേവറബിളായിട്ട് എത്ര കേസസ് ഉണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഔട്ട്കംസ് ആണ് ആ റാൻഡം എക്സ്പെരിമെൻറ്റ് ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ എന്ന് പറഞ്ഞത്, ഓർ M/N എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ നമ്മളൊരു ഡൈ ത്രോ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ എത്ര കേസസ് ഉണ്ടാവും സാമ്പിൾ സ്പേസിൽ? 1 2 3 4 എക്സെട്ര 5 6 കേസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 6 ആണ്. ഞാൻ എ എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ കിട്ടുക എന്ന് പറഞ്ഞ ഇവൻ്റാണ് എടുക്കുന്നത്. അപ്പം അതിന് ഫേവറബിളായിട്ട് എത്ര കേസുകളുണ്ട്? 3 കേസുകളാണുള്ളത്. Therefore, probability of the event A, that is probability of getting an even number, is even number കിട്ടാനുള്ള favorable cases 3 divided by random experiment നടത്തിയാൽ വരുന്ന total number of cases 6 അല്ലേ? അപ്പോൾ 3/6 ആണ് അവിടെ പ്രോബബിലിറ്റി വരുന്നത്. അങ്ങനത്തെ ഒരു ഡെഫിനിഷനാണ് നമുക്ക് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രോബബിലിറ്റിയുടെ മറ്റൊരു ഡെഫിനിഷനാണ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റിനെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി കാണുന്നത്. അതായത് നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റിനെ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. n ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇവൻറ്റ് എ എന്ന് പറഞ്ഞ ഇവൻറ്റ് f ടൈംസ് ആണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ ഞാൻ f/n റിലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ f/n ആണ്. എപ്പം വെൻ n is large, n ലാർജ് ആകുമ്പോൾ, ഒരുപാട് പ്രാവശ്യം നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഈ റേഷ്യോ, റിലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി റേഷ്യോ, f/n വാല്യൂവിനെയാണ് അവിടെ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കിയ ഡെഫിനിഷനായിരുന്നു ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ. അപ്പോൾ ആക്സിയോമാറ്റിക് ഡെഫിനിഷനിൽ ഒരു പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റീനെ നമ്മളൊരു റിയൽ നമ്പർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഈ റിയൽ നമ്പറിനെ നമ്മൾ പ്രോബബിലിറ്റി എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ 3 ആക്സിയംസ് അനുസരിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലത്തെ ആദ്യത്തെ ആക്സിയം എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എ, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of A ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പ്രോബബിലിറ്റി ഓഫ് എ ലൈസ് ബിറ്റ്വീൻ 0 and 1. എല്ലാ പ്രോബബിലിറ്റീസും 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കുന്ന വാല്യൂസ് ആയിരിക്കണം. ആൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ആക്സിയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോബബിലിറ്റി ഓഫ് S, സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കണം. ആൻഡ് മൂന്നാമത്തെ ആക്സിയം പറഞ്ഞത്, ഇഫ് A and B ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ മാത്രം P of A യൂണിയൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? P of A പ്ലസ് P of B എന്ന് എഴുതാം. അപ്പോൾ ഈ 3 ആക്സിയംസ് അനുസരിക്കുന്ന ഒരു P of A എന്ന് പറഞ്ഞ റിയൽ നമ്പറിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3 ഡെഫിനിഷൻസ് ആയിരുന്നു പ്രോബബിലിറ്റിക്ക് ഉണ്ടായിരുന്നത് അല്ലേ? ഇനി നമ്മൾ പ്രോബബിലിറ്റീൻ്റെ ഓരോ നൊട്ടേഷൻസ് നോക്കാം. അതായത് നമ്മളിപ്പോൾ A യൂണിയൻ B എന്ന് ഇവിടെ കണ്ടു. A യൂണിയൻ B എന്ന് പറഞ്ഞ ഇവൻ്റ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് A ഓർ B എന്നാണ്. A എന്ന് പറഞ്ഞ ഇവൻ്റ് അല്ലെങ്കിൽ B എന്ന ഇവൻ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ A യൂണിയൻ B കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 1 എന്നോ അല്ലെങ്കിൽ A ഓർ B എന്നോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 കാണൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാ നോക്കേണ്ട? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B. അല്ലെങ്കിൽ A ഓർ B കാണൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിൻ്റെ കാണുക? A യൂണിയൻ Bയുടെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. പിന്നെ വേറൊന്ന് A ഇൻ്റർസെക്ഷൻ B കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് A ആൻഡ് B എന്നാണ്. ബോത്ത് ദ ഇവൻറ്റ്സ് ഒക്കർ, എയും ഒക്കർ ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ബിയും ഒക്കർ ചെയ്യുന്നു. അതിനെയാണ് A ഇൻ്റർസെക്ഷൻ B. പിന്നെ A കോംപ്ലിമെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്
നോട്ട് എ എന്ന് പറഞ്ഞ ഇവൻറ്റ് ഒക്കർ ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ഇങ്ങനെ പല കോമ്പിനേഷൻസും നമ്മളിതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓൺലി എ, ഓൺലി ബി, എക്സാക്ട്ലി 1 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈപ്പിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുന്നത് ഇനിയിപ്പം എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റിയാണ്. എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റിയാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി? എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി പറയുന്നത് ഫോർ എനി 2 ഇവൻറ്റ്സ്, ഏത് 2 ഇവൻറ്റ്സ് ആണെങ്കിലും ജനറൽ ആയിട്ടാണ് പറയുന്നത്. പി ഓഫ് എ യൂണിയൻ ബി എന്ന് വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ തിയറമാണ്, എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി അല്ലേ. ഇൻ പർട്ടിക്കുലർ ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അപ്പോഴാണ് നമ്മൾ തേർഡ് ആക്സിയത്തിലെ കണ്ടീഷൻ വരുന്നത്. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബിനെ എങ്ങനെ എഴുതാമെന്നാണ് തേർഡ് ആക്സിയം പറഞ്ഞത്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അപ്പോൾ ഏത് ഇവൻറ്റുകൾ കാണിച്ചാലും ജനറൽ ആയിട്ടുള്ള റിസൾട്ട് ഇതാണ്. ഇപ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ മാത്രം നമുക്ക് എങ്ങനെ എഴുതാം? ഈ ടേം 0 ആയി പോകും. അപ്പോൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് എഴുതും. അതാണ് എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. പിന്നെ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ട് ഈസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ സാധാരണ ഒരു പ്രോബബിലിറ്റീനെ ഓഫ് എൻ ഇവൻറ്റ് എനെ നമ്മൾ പി ഓഫ് എ എന്ന് എഴുതും. പക്ഷെ ഞാൻ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് എ മാത്രമല്ല എഴുതണം, അതിൻ്റെ കൂടെ ഞാനൊരു കണ്ടീഷൻ കൂടി എഴുതാണ്. ബി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്, അതിനെ ഞാൻ ഇങ്ങനെ എഴുതും, പി ഓഫ് എ ഗിവൺ ബി. ഇതിനെയാണ് നമ്മൾ എന്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെനിക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? എ എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി തന്നെയാണ് പറഞ്ഞു തരുന്നത്, പക്ഷേ ഒരു കണ്ടീഷൻ ബി എന്ന് പറഞ്ഞ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു തരും. അതുമാതിരി പി ഓഫ് ബി ഗിവൺ എ, ദിസ് ഇസ് ഓൾസോ എ കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ ഇത് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇവിടെ ആണെച്ചാലോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. ഇതിൻ്റെ ഡിനോമിനേറ്ററുകളിൽ 0 ആവരുത്. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് നോക്കിയത്. അപ്പോൾ എപ്പോഴാണ് 2 ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആവുന്നത്? 2 ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആവുകയെന്ന് വെച്ചാൽ എ നടന്നാലും ബീനെ അത് ബാധിക്കുകയില്ല, അല്ലെങ്കിൽ ബി ഒക്കർ ചെയ്യുന്നത് എയുടെ പ്രോബബിലിറ്റിനെ ബാധിക്കുന്നേ ഇല്ലെങ്കിൽ നമുക്ക് പറയാം ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ഗിവൺ ബി, ബി നടന്നു എന്ന് പറയേണ്ട കാര്യമില്ല, ദറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ. അല്ലെങ്കിൽ പി ഓഫ് ബി ഗിവൺ എ എന്നുള്ളതിന് നമുക്ക് എന്തെന്നെ എഴുതായിരുന്നു? പി ഓഫ് ബി എന്ന് എഴുതാമായിരുന്നു. എപ്പം? ഇഫ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അല്ലാത്ത ഇവൻറ്റുകൾ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി പറഞ്ഞ ശേഷമാണ് നമ്മൾ പ്രോബബിലിറ്റിയിലത്തെ അടുത്തൊരു തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം നോക്കിയത്. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി നമ്മൾ അതിന് ശേഷമാണ് നോക്കിയത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നത്? അതുതന്നെ ഫോർ എനി 2 ഇവൻറ്റ്സ്, ഏത് ഇവൻറ്റുകൾ എടുക്കുകയാണെന്ന് വെച്ചാലും മൾട്ടിപ്ലിക്കേഷൻ തിയറം പറഞ്ഞിരുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബീനെ എങ്ങനെ എഴുതാമെന്നാണ്. എഡീഷൻ തിയറം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എ യൂണിയൻ ബീനെ എങ്ങനെ എഴുതാമെന്നാണ്. മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബീനെ എങ്ങനെ എഴുതാം. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഒന്നില്ലെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് എഴുതാം, അല്ലെങ്കിൽ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി എന്ന് എഴുതാം. ഇത് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റീൻ്റെ ഡെഫിനേഷനിൽ നിന്ന് അങ്ങോട്ട് വരുന്നതാണ്. ഇതാണ് എനി 2 ഇവൻറ്റ്സ്. ഇൻ പർട്ടിക്കുലർ ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, അവർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു എ ഗിവൺ ബി ഏതിന് തുല്യം തന്നെയാണ്? പി ഓഫ് എ തന്നെയാണ്. ബി ഗിവൺ ഏതിന് തുല്യമാണ്? പി ഓഫ് ബി തന്നെയാണ്. അപ്പോൾ ഇവർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു, കണ്ടീഷൻ വേണ്ട, പി ഓഫ് ബി തന്നെ. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പം ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ നോക്കാം. അതായത് ഞാനൊരു പ്രോബ്ലം എടുക്കുന്നത്, 2 കുട്ടികൾ എ ആൻഡ് ബി ആർ ട്രൈയിങ് ടു സോൾവ് എ പ്രോബ്ലം. അവരൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. ഞാൻ പറയുകയാണ് ഇപ്പോൾ എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 2/3 ആണ്. ബി എന്ന് പറഞ്ഞ കുട്ടി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 4/5 ആണ്. ആൻഡ് ദേ ആർ സോൾവിങ് ഇൻഡിപെൻഡൻ്റ്ലി. അവർ രണ്ടുപേരും ട്രൈ ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഒരാൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നോക്കിയിട്ട് എഴുതൊന്നും ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം വിൽ ബി സോൾവ്. പ്രോബ്ലം സോൾവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ നമ്മൾ നോക്കി എപ്പോഴാണ് പ്രോബ്ലം സോൾവ് ആവുന്നത്? 2 പേര് ഇരുന്ന് ചെയ്യുന്നുണ്ട്.
ചുരുങ്ങിയത് ഒരാൾക്കെങ്കിലും ആൻസർ കിട്ടി നമ്മൾ പറയാം പ്രോബ്ലം സോൾവ് ആയി എന്ന് പറയും അല്ലേ. അപ്പം പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് ചെയ്യുക അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് വണ്ണിന് നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് വൺ അല്ലെങ്കിൽ എ ഓർ ബി എന്നൊക്കെ വന്നാൽ നമ്മൾ എന്ത് എഴുതുമായിരുന്നു, എ യൂണിയൻ ബി എന്ന് എഴുതായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് പി ഓഫ് എ യൂണിയൻ ബിക്കുള്ള പ്രോബിലിറ്റിയാണ്. അപ്പോഴാണ് നമ്മൾ എഡീഷൻ തിയറം ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ എഡീഷൻ തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാം, പി ഓഫ് എ യൂണിയൻ ബി എനിക്ക് എങ്ങനെ എഴുതാം, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതും അല്ലേ. അപ്പം നോക്കുമ്പം ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ്ലി സോൾവിങ് ദ പ്രോബ്ലം, അതായത് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എ ഇൻ്റർസെക്ഷൻ ബിനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, ആ തിയറവും നമ്മളിവിടെ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ എഡീഷൻ തിയറം ഉപയോഗിച്ചു, ഇതാ ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻഡിപെൻഡൻറ്റ് ഇവൻസിനുള്ളത് ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അറിയാലോ, അപ്പോൾ ദിസ് ഇസ് 2/3 പ്ലസ് 4/5 മൈനസ് 2/3 ഇൻറ്റു 4/5. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഇസ് നോട്ട് സോൾവ്. പ്രോബ്ലം സോൾവ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നൺ സോൾവ്സ്, രണ്ടാൾക്കും ആൻസർ കിട്ടിയിട്ടില്ല എന്നല്ല അർത്ഥം. രണ്ടാൾക്കും ആൻസർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, എയും സോൾവ് ചെയ്തിട്ടില്ല, എ സോൾവ് ചെയ്തിട്ടില്ല പറഞ്ഞാൽ നോട്ട് എ, അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ആ റിസൾട്ട് ഇവിടെ ഉപയോഗിച്ചു. ആൻഡ് ബിയും സോൾവ് ചെയ്തിട്ടില്ല, ആൻഡ് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ ഇങ്ങനെയാണ് വരും അല്ലേ. അപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് വന്നിട്ടുണ്ട്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവരെങ്ങനെ എഴുതാം, ഇതേമാതിരി പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാം, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. എന്താ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് കാണുക, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇസ് 1 മൈനസ് പി ഓഫ് എ, ആ റിസൾട്ട് കൂടി ഇവിടെ ഓർക്കുകയാണ്. പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എങ്ങനെ എഴുതുക, 1 മൈനസ് പി ഓഫ് ബി. അപ്പോൾ ഇവിടെ അത് ചെയ്യാം, 1 മൈനസ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ 1/3 കിട്ടും, 1 മൈനസ് പി ഓഫ് ബി എന്ന് കിട്ടിയാൽ 1/5 കിട്ടും. അങ്ങനെയാണ് നമുക്കിവിടെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മൾ 2 സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻറ്റുകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻറ്റുകളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അവിടെ നോക്കിയത്, അടുത്തതായിട്ട് നമ്മൾ നോക്കിയത് 2 ബാഗ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ബാഗിൽ ഇപ്പോൾ ഒരു 5 വൈറ്റും 3 ബ്ലാക്ക് ബോളും, അങ്ങനെ ടോട്ടൽ 8 ബോള്. രണ്ടാമത്തെ ബാഗിൽ ഇപ്പോൾ ഒരു 6 വൈറ്റും 7 ബ്ലാക്ക് ബോളും ഉണ്ട് വിചാരിക്കും, അങ്ങനെ ടോട്ടൽ 13 ബോൾസ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണ്. അപ്പം ഞാനത് വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ബാഗ് സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ബോൾ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ 2 സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ പിന്നെ കണ്ടത്. ഈ 2 സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻറ്റുകളിൽ ആദ്യം നടത്താൻ നിൽക്കുന്ന ഇവൻറ്റുകളെ നമ്മൾ B1 B2 എന്നും രണ്ടാമത് നടക്കുന്ന ഇവൻറ്റുകളെ A എന്നുമാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യുന്നതാണ് B1, സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യുന്നതാണ് B2, ബോൾ സെലക്ട് ചെയ്യുന്നതാണ് A. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് ബോൾ വൈറ്റ് ബോൾ ഈസ് സെലക്റ്റഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്, എങ്ങനെയൊക്കെ വൈറ്റ് ബോൾ കിട്ടും, ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യുക, ആൻഡ് ഫസ്റ്റ് ബാഗ് ഇവൻറ്റിൻ്റെ ടേംസിൽ ആലോചിക്കണേ, ആൻഡ് വൈറ്റ് ബോൾ കിട്ടുക, ഓർ ഞാൻ പറഞ്ഞു സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യുക, നമ്മൾ പ്രോബിലിറ്റി ഭാഷയിലാണ് ആൻഡ് വൈറ്റ് ബോൾ കിട്ടുക എന്ന് പറഞ്ഞെഴുതി. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കാത്തത് കൊണ്ട് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആക്കിയിട്ടൊക്കെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് പ്ലസ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എഗെയിൻ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം അപ്ലൈ ചെയ്യാണ്. പി ഓഫ് B1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B1 പ്ലസ് പി ഓഫ് B2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ B2. അതായത് ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം അപ്ലൈ ചെയ്തു അല്ലേ. അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മൾ എല്ലാത്തിൻ്റെയും വാല്യൂ കൊടുക്കണം. B1 B2 എന്ന് പറഞ്ഞാൽ ബാഗ് സെലക്ട് ചെയ്യാൻ 1/2 1/2. എ ഗിവൺ B1 എന്ന് പറഞ്ഞാൽ B1 നടന്നിട്ടുണ്ട്, ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റ് കിട്ടുക. അപ്പോൾ വൈറ്റ് ബാഗിനെ മാത്രം നോക്കുക, അതിന് വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഈസ് 5/8. പിന്നെ എ ഗിവൺ B2 എന്ന് പറഞ്ഞാൽ B2 നടന്നിട്ടുണ്ട്, സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, 6/30. അപ്പോൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ആൻസർ കാണുന്നത്. 1/2 ഇൻറ്റു 5/8 പ്ലസ് 1/2 ഇൻറ്റു 6/30. ഇങ്ങനെയാണ് നമ്മൾ 2 സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻറ്റുകൾ ചെയ്തത്. ഇനി പ്രോബബിലിറ്റിയിൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ബേസ് തിയറമാണ്.
അല്ലേ? അപ്പോൾ ബേസ് തിയറം എന്ന് പറഞ്ഞാൽ ഇതേമാതിരി 2 സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിലുള്ള ഒരു തിയറം തന്നെയാണ്. അപ്പോൾ നേരത്തെ 2 സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഇവൻറ്റുകൾ എന്ന് പറഞ്ഞാൽ B1 B2, അതായത് ബാഗ് സെലക്ട് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ബോൾ സെലക്ട് ചെയ്യുന്ന പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്, അല്ലേ? എന്നാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് കഴിഞ്ഞു, ബാഗ് സെലക്ട് ചെയ്തു, ബോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് സെലക്ട് ചെയ്ത ബോളിൻ്റെ കളർ നോക്കി വൈറ്റ് ആണ് എന്ന് കണ്ടാൽ നമ്മൾ തിരിച്ച് ചിന്തിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് കെയിം ഫ്രം ദ ഫസ്റ്റ് ബാഗ് ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് കെയിം ഫ്രം സെക്കൻഡ് ബാഗ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. അതായത് ഇൻവേഴ്സ് പ്രോബബിലിറ്റി ചെയ്യുന്നതാണ് നമ്മൾ ബേസ് തിയറത്തിൽ വരുന്നത്. അപ്പോൾ ബേസ് തിയറത്തിൽ നമ്മൾ പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ഇവൻറ്റ് എ എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ഇവൻ്റ് ആണ്, അത് നടന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഫസ്റ്റ് ബാഗ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അങ്ങനത്തെ കാര്യത്തിനുള്ള ആൻസർ ആണ് ബേസ് തിയറം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസറായിട്ട് ബേസ് തിയറം പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B1 into probability of A given B1 divided by probability of B1 into probability of A given B1 plus probability of B2 into probability of A given B2. ഈ ഫോർമുലയാണ് നമുക്ക് ബേസ് തിയറം പറഞ്ഞു തരുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് B1 given A കാണുക. ഇപ്പോൾ B2 given A ആണ് തരുന്നത്. അതായത് A എന്ന് പറഞ്ഞൊരു വൈറ്റ് ബോൾ കിട്ടിക്കഴിഞ്ഞു, എന്നാൽ അത് സെക്കൻഡ് ആണെന്നാണ് വരുന്നത്. അപ്പോൾ P ഓഫ് B2 given A ആണ് കാണുന്നതെങ്കിൽ വ്യത്യാസം വരുന്നത് ഈ ഫോർമുലയിൽ ഈ ന്യൂമറേറ്ററിൽ B1 വന്ന സ്ഥാനത്ത് B2 കൊടുക്കുക, ഡിനോമിനേറ്റർ തുല്യമായിരിക്കും. അപ്പോൾ ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ബേസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് തിയറം പറയുമ്പോൾ നമ്മൾ ബോളുകളുടെ പ്രോബ്ലം മാത്രമല്ല, നമ്മളിപ്പം ഒരു ഫാക്ടറി ഉണ്ടാക്കുന്നത്, ഒരു ഫാക്ടറിയിൽ 3 മെഷീൻസ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ABC എന്ന് പറഞ്ഞാൽ 3 മെഷീൻസ് ഉണ്ട്. അതിൽ A എന്ന് പറഞ്ഞ മെഷീന് അതിലത്തെ 40% സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. B എന്ന് പറഞ്ഞ ആട് 50% സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. C 10% ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ A ഉണ്ടാക്കുന്നതിൽ 2% ഡിഫക്റ്റീവ്സ് ഉണ്ട്, B ഉണ്ടാക്കുന്നതിൽ 3% ഡിഫക്റ്റീവ്സ് ഉണ്ട്, C ഉണ്ടാക്കുന്നതിൽ 4% ഡിഫക്റ്റീവ്സ് ആണ് ഉണ്ടാവുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുക. അപ്പോൾ അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുക, ഓരോ മെഷീൻസ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേജാണ് ഡിഫക്റ്റീവ് കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ഡിഫക്റ്റീവ് ഐറ്റം കിട്ടുകയാണെങ്കിൽ അത് ഫസ്റ്റ് മിഷനിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ ഇതിനെയാണ് B1, സെക്കൻഡിന് B2, തേർഡിന് B3 എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡിഫക്റ്റീവ് കിട്ടുകയാണെങ്കിൽ അത് A എന്ന് പറഞ്ഞ മിഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത എന്താണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ബേസ് തിയറമായിട്ട് വരാം, അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇതാണ് P ഓഫ് B1 40/100, P ഓഫ് B2 ഈസ് 50/100, P of C is 10/100. ഈ തന്നിരിക്കുന്ന എന്താണ്? A ഉണ്ടാക്കിയാൽ ഉള്ള ഡിഫക്റ്റീവുകളാണ് 2%. അതായത് ഈ തന്നിരിക്കുന്നത് 2% എന്ന് പറഞ്ഞാൽ എന്താണ്? P of D given B1 ആണ്. നമ്മൾ Aക്ക് പകരം ഇവിടെ D ആണ് ഉപയോഗിക്കുന്നത്. ഇത് P of D given B2 ആണ്. ഇത് P of D given B3 ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതേ ടൈപ്പിൽ Aക്ക് പകരം D വന്നു എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബേസ് തിയറത്തിൻ്റെ പ്രോബ്ലം ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ബേസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ. ബേസ് തിയറം ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത മൊഡ്യൂളാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ 3 ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. വൺ ഇസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, then Poisson distribution and normal distribution. ഇങ്ങനെ നമ്മൾ 3 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ 3 ഡിസ്ട്രിബ്യൂഷൻസിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ അത് രണ്ടെണ്ണവും ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു. ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇങ്ങനെ 2 സെറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ കണ്ടത്. അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അത് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 up to n ഇങ്ങനെ കോമിറ്റ് എടുക്കുന്ന വാല്യൂസാണ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ. അതിൻ്റെ
പ്രോബബിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയാം എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. റാൻഡം വേരിയബിൾ എക്സ് സ്മോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. ദറ്റ് ഈസ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നാണ്. എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3 അപ് ടു എൻ. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. അപ്പോൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അതിൽ എൻ എന്താണ് പി എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ ഇതാണ് അവരുടെ പാരാമീറ്റേഴ്സ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് ആണ് എന്നും പി. നമുക്ക് എഴുതാം എക്സ് ഫോളോസ് ബി എൻ പി എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിനെ നമ്മൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സക്സസ്സും ഫെയിലിയറും വരുന്ന ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. സക്സസ്സും വരാം ഫെയിലിയറും വരാം. സക്സസ്സിനുള്ള പ്രോബബിലിറ്റിയാണ് പി. അപ്പോൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് സക്സസസ് അതാണ് എന്ത് ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ. അത് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് അതിന് എക്സ്പെക്ടേഷൻ എന്ന് പറയും. മീൻ എന്ന് പറയുന്നത് n ഇൻറ്റു പി ആണ്. ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻ പി ക്യു ആണ്. അപ്പം നമുക്ക് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീന് തന്നിട്ടുണ്ട്. മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ പി എന്ന് പറയുന്നത് 4 തന്നിട്ടുണ്ട്. ആൻഡ് വേരിയൻസ് നമുക്ക് തന്നിരിക്കുന്നത് 10/3 ആണെന്ന് വിചാരിക്കും. വേരിയൻസ് തന്നത് 10/3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് 4/3 ആയിക്കോട്ടെ. 4/3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി കാണാൻ പറയും. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നൊക്കെ കാണാൻ പറയുകയാണ് വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നൊക്കെ കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ചെയ്യുക? നമ്മൾ ആദ്യം എന്നും പിയും ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ എൻ പി എന്ന് പറയുന്നതാണ് 4. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ പി ക്യു ആണ് 4/3 അല്ലേ. അപ്പം എൻ പി ക്യു ഡിവൈഡഡ് ബൈ എൻ പി ചെയ്യാം. അപ്പോൾ എന്തായി? ക്യൂ കിട്ടും. വാട്ട് ഈസ് ക്യൂ? 4/3 ഡിവൈഡഡ് ബൈ 4 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/3. അപ്പോൾ ക്യൂ 1/3 ആണെങ്കിൽ പി എന്താണ്? 1 മൈനസ് പി ആണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വട്ട് വിൽ ബി ക്യൂ? ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. എനിക്ക് 1/3 എന്ന് കിട്ടിയിരിക്കുന്നത്. അതായത് പി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? പി ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/3 ദറ്റ് ഈസ് 2/3 എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു ആളെ കിട്ടി, പി കിട്ടി. ഇനി പി n/2/3 എന്ന് കിട്ടിയാൽ എങ്ങനെയാണ് n കിട്ടുക? n ഇൻറ്റു പി 4 ആണെന്ന് പറയാം. അപ്പോൾ n ഇൻറ്റു 2/3 ഇസ് ഈക്വൽ ടു പി എന്ന് നമുക്ക് എഴുതാം. 4 എന്ന് നമുക്ക് എഴുതാം. ഓർ n ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 3/2 വിച്ച് ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ n 6 എന്നും പി 2/3 എന്നും കിട്ടിയാൽ നമുക്ക് പ്രോബബിലിറ്റി എഴുതിക്കൂടെ? ബൈനോമിയലിൻ്റെ എഫ് ഓഫ് എക്സ് എഴുതിക്കൂടെ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു 6cx p റേസ് ടു എക്സ് 2/3 റേസ് ടു എക്സ് ക്യൂ റേസ് ടു ക്യൂ 1/3 ആയിരുന്നു. 1/3 റേസ് ടു 6 മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് ചോദിച്ചാൽ എന്താ എഴുതുക? ഈ എക്സ് വന്നവിടെ 2 കൊടുക്കും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2 ആവാം, +3 ആവുന്നത് എഴുതാം, +4 ആവുന്നത് എഴുതാം, അങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്നും പിയും കണ്ടുപിടിക്കുന്നത്. മീനും വേരിയൻസും തന്നാൽ എന്നിട്ട് പ്രോബബിലിറ്റീസ് എല്ലാം കണ്ടുപിടിക്കും. ഓക്കെ, അതേപോലെയുള്ള അടുത്ത ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടുത്തെ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെ അറിയോ? 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇവിടെ പി ഡി എഫ് തന്നിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയലാണ്. ഇവിടെ എം എന്ന് പറയുന്നതാണ് അതിൻ്റെ പാരാമീറ്റർ. നമ്മൾ എഴുതും എക്സ് ഫോളോസ് പി എം എന്നാണ് എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പം ഇതാണ് ചെയ്യുന്നത്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ, ഒരു ടൈം ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന നമ്പർ ഓഫ് ഇവൻറ്റ്സ്, അതാണ് ശരിക്കും ഏത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ്? അപ്പം എന്തെങ്കിലും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ചോദിച്ചാൽ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തൊരു ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലമാണ് ഒരു കാർ ഹയർ ഫേമിൻ്റെ പ്രോബ്ലം.
ഒരു കാർ ഹയർ ഫേമിന് രണ്ട് കാറുകൾ വാടകയ്ക്ക് കൊടുക്കുന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കണം. അതിൽ പിന്നെ ഡിമാൻഡുകളുടെ എണ്ണം ഫോളോ ചെയ്യുന്നത്, എക്സ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡുകളുടെ എണ്ണം ഫോളോ ചെയ്യുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് പാരാമീറ്റർ 1.5 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. ആ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്ന് വരുന്നത് എന്താണ്? ഡിമാൻഡുകളുടെ എണ്ണം ഫോളോ ചെയ്യുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ ഏതെടുക്കും? ഇ റേസ് ടു മൈനസ് 1.5 1.5 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതാം. പിന്നെ പ്രോബബിലിറ്റി ദാറ്റ് സം ഡിമാൻഡ് ഇസ് റെഫ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡിമാൻഡുകൾ റെഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 കാറുകളാണ് അവർക്ക് അടുത്തുണ്ടായിരുന്നത്. ഡിമാൻഡുകൾ റെഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിമാൻഡുകളുടെ എണ്ണം 2നെക്കാട്ടും കൂടുതലാവുക. ഈ പ്രോബബിലിറ്റി കാണാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഈ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ മറ്റൊന്നുള്ളത് ഫിറ്റിംഗ് ആണ്. ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഫിറ്റിംഗ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഞാൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ കാണിച്ചു തരാം. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ഒബ്സർവേഷൻസും ഫ്രീക്വൻസിയും. അപ്പോൾ ഒബ്സർവേഷൻ 0 1 2 3, ഫ്രീക്വൻസി ഇപ്പോൾ ഒരു 125 73 ഒരു 42 8 എന്നൊക്കെയുള്ള തരത്തിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൊരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഫ്രീക്വൻസിയാണ് നമ്മൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? പോയ്സോൺ ഫ്രീക്വൻസി. ഓരോന്നിൻ്റെ നേരെ, ഓരോ എക്സിൻ്റെ നേരെ ഓരോ പോയ്സോൺ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പോയ്സോൺ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എടുക്കുക, ക്യാപിറ്റൽ എൻ ഇൻറ്റു പോയ്സോണിൻ്റെ PMF എഴുതും. എന്താണ്? ഇ റേസ് ടു മൈനസ് എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എഴുതണം. ഇത് എഴുതണമെങ്കിൽ എം അറിയണ്ടേ? എം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എം എന്ന് പറയുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണ്. അത് തന്നെയാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് കിട്ടും. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും അതിൻ്റെ പാരാമീറ്റർ തന്നെയാണ്. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനാണ്. അപ്പോൾ മീന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മീന് കാണും. സമ്മേഷൻ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ എക്സിന് 0 എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫിറ്റിംഗ് ചെയ്യും. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അയാളുടെ PDF എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by sigma root of 2 pi e raised to minus x minus mu the whole square by 2 sigma square എന്നുള്ള ഫോമിലാണ്. അതിൻ്റെ റേഞ്ച് -ഇൻഫിനിറ്റിയുടെയും +ഇൻഫിനിറ്റിൻ്റെ ഇടയിലാണ് എക്സ് കിടക്കുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആകുമ്പോഴാണ് ഇങ്ങനെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. ആൻഡ് വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. അപ്പം ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് വരണം. അതായത് പ്രോപ്പർട്ടീസിൽ ഏതൊക്കെയാണ് പ്രോപ്പർട്ടി പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, നോർമൽ കർവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് -ഇൻഫിനിറ്റി മുതൽ +ഇൻഫിനിറ്റി വരെയാണ്. ഇത് സിമെട്രിക് ആണ്. നോർമൽ കർവ് ഇസ് എ സിമെട്രിക് കർവ് ആൻഡ് ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ. And mean is equal to mu, variance is equal to sigma square എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഡീവിയേഷൻ is equal to 4/5 times standard deviation and quartile deviation is equal to 2/3 times standard deviation. അങ്ങനെയുള്ള കുറച്ച് റിസൾട്ടുകളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം.